പൗരത്വ ഭേദഗതി ബില്ലിൽ നുണ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്ന കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് സതീശൻ ആവർത്തിച്ചത്. കോൺഗ്രസ് പ്രകടന പത്രിക വായിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സതീശന്റെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചതിന് പിന്നാലെയാണ് വീണ്ടും വ്യാജ അവകാശവാദവുമായി പ്രതിപക്ഷ നേതാവ് എത്തിയത്. പൗരത്വ ഭേദഗതി നിയമം ഉയർത്തുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും ആർട്ടിക്കിൾ 14 കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ഈ ആർട്ടിക്കിൾ 14 എന്ന ഒരു വാക്ക് ഈ ഭാഗത്തേ ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാദം വസ്തുതാവിരുദ്ധമെന്ന് തെളിയിച്ചതിന് പിന്നാലെയാണ് സതീശൻ നുണ ആവർത്തിച്ചത്. 8ാമത്തെ പേജിൽ വളരെ കൃത്യമായി കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമം CPIM പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് സതീശൻ പറയുന്നത് ഇങ്ങനെ: പിന്നെ CPM മാനിഫെസ്റ്റോ പറയുന്ന പോലെ അല്ലല്ലോ. CPM പറയാണ് ആകെ 18 സീറ്റിലായിട്ട് ഞങ്ങൾ മത്സരിക്കുന്നത്, എന്നിട്ട് പ്രകടന പത്രിക ഇറക്കിയിരിക്കുകയാണ്. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് കൊണ്ടാണോ പൗരത്വ ഭേദഗതി നിയമം മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്താത്തതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം സതീശനില്ല. കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നതാണോ CA പറ്റി പറയാതെ? കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതാണോ CA പറ്റി മാനിഫെസ്റ്റോയിൽ പറയാത്തത്? താങ്കൾ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. താങ്കൾ മാത്രം ചോദിച്ചാൽ പോരല്ലോ. അല്ല, താങ്കൾ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. താങ്കൾ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നതാണോ CPM പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി പറഞ്ഞത്? അങ്ങനെയെങ്കിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതുകൊണ്ടാണോ CA പറ്റി പറയാത്തത്? അതാണ് ചോദ്യം. എന്താണ് പറയുന്നത്? എന്താണ് കേട്ടത്? എന്താണ്? പിന്നെ കൈരളിക്ക് ദേശാഭിമാനിക്ക് ഇഷ്ടമുള്ള തലക്കെട്ടുണ്ടാക്കാം. അത് എൻ്റെ നിന്ന് മേടിക്കുന്ന